നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിലെടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നൊരു വീഡിയോ ആണ്. കാരണം ഇപ്പം ഏപ്രിൽ വിഷു ചിത്രങ്ങളായിട്ട് 3 ചിത്രങ്ങൾ വന്നെങ്കിൽ 2 ചിത്രങ്ങൾ അതിനകത്ത് വളരെ ആൾക്കാരുടെ ശ്രദ്ധയാകർഷിക്കുക ഒരുപാട് പേര് കാണുകയും ചെയ്ത 2 ചിത്രങ്ങളാണ്. ഒന്ന് ആവേശം, 2 വർഷങ്ങൾക്ക് ശേഷം. നമ്മളിതിനകത്ത് ഈ 2 സിനിമയിലെയും പ്രധാനപ്പെട്ട ഒരു താരങ്ങളുടെയും ഫാൻ ബേസോ ഫാനോ ഒന്നുമല്ല, ആരാധന ഒന്നുമല്ല. ഞാൻ ആരുടെയും ഫാനല്ല ഇതിനകത്ത്. പക്ഷേ ഇപ്പം ഞാൻ ധ്യാൻ ശ്രീനിവാസനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ശ്രീനിവാസൻ്റെ മകനാണ്, വിനീത് ശ്രീനിവാസൻ്റെ അനിയനാണ്. അതിനുപരി ധ്യാൻ ശ്രീനിവാസൻ്റെ ആയിട്ടുള്ള സ്റ്റാൻഡ് നേടിയ നടൻ എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്. ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ, സംസാരിച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരം, വളരെ ഹാസ്യരൂപേണയായാലും നല്ല രീതിയിലായാലും സംസാരിക്കുന്ന പോസിറ്റീവ് രീതികളും ഒക്കെ ഒരുപാട് രീതിയിൽ ധ്യാൻ ശ്രീനിവാസൻ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. പേഴ്സണലി ഞാൻ ഒരുപാട് പേര്, കേരളത്തിൽ ഒരുപാട് പേരുണ്ട്. പക്ഷേ തെറ്റ് ചെയ്താൽ നമ്മൾ തെറ്റെന്ന് എപ്പോഴും ചൂണ്ടിക്കാണണം. ഞാൻ വർഷങ്ങൾക്ക് ശേഷം സിനിമ കണ്ടപ്പോൾ ഞാൻ അഭിപ്രായപ്പെട്ടു, ഞാൻ ഈ വീഡിയോയും ഞാൻ ചെയ്തതാണ്, അതിനകത്തൊരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തതാണ്. ഈ സിനിമ വിനീത് ശ്രീനിവാസൻ്റെ ഏറ്റവും മോശം സിനിമകളിലൊന്നാണ്. അത് അംഗീകരിക്കാൻ അന്നേരം കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും നല്ലത് പറയുന്നു, നമ്മളും അതിൻ്റെ കൂട്ടത്തിൽ നല്ലത് പറയാം എന്നുള്ള രീതിയിൽ. കാരണം ഒരു നല്ല പാട്ട്, മനസ്സിൽ നിൽക്കുന്ന ഒരു പാട്ട് പോലും ആ സിനിമയ്ക്കകത്തില്ല. പിന്നെ ഈ പറയുന്ന പോലെ ക്രിഞ്ചായിട്ടുള്ള ഒരുപാട് സീൻസ്, അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് 100% നമുക്കറിയാവുന്ന സീനുകൾ. പിന്നെ ആകെ ആ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് നിവിൻ പോളിയുടെ ഒരു അപ്പിയറൻസ് മാത്രമാണ്. മരുഭൂമിയിൽ ഒരു ചെറിയ മഴത്തുള്ളി എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളൂ വർഷങ്ങൾക്ക് ശേഷം. ആ സിനിമയെക്കുറിച്ചും കൃത്യമായിട്ട്, കാരണം വിനീത് ശ്രീനിവാസൻ ഇത് അറിഞ്ഞു വേണം അടുത്ത സിനിമ എടുക്കാൻ. കാരണം അത് നമ്മളൊരു നെഗറ്റീവ് പറയുന്നത് ഒരാൾ അടുത്ത സിനിമ എടുക്കുക അത് ഗംഭീരമാക്കാൻ വേണ്ടിയാണ്. എല്ലാവരും ഇത് ഗംഭീരമാണെന്ന് പറഞ്ഞാൽ അടുത്ത സിനിമ ഇതിനെക്കാട്ടി മോശമായിട്ട് ചെയ്യും. കാരണം വിനീത് ശ്രീനിവാസൻ ഒരു നല്ല ഗംഭീര ഡയറക്ടറാണ്. നല്ല നല്ല സിനിമകൾ നമുക്ക് തന്ന ജേക്കബിന് സ്വർഗരാജ്യം ആണെങ്കിലും എല്ലാ സിനിമകളും ആദ്യം മുതൽ എടുക്കുന്ന തട്ടത്തിമറയത്തായാലും ആദ്യം മുതൽ എടുക്കുന്ന എല്ലാ സിനിമകളും നല്ല സിനിമകൾ വന്നിട്ടുള്ളതാണ്. ഹൃദയം മുതൽ ഇങ്ങോട്ട് താഴോട്ടാണെന്ന് എനിക്ക് തോന്നി. ഇത് വളരെ മോശം സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. ആ സിനിമയുടെ ആദ്യത്തെ റിലീസിൻ്റെ അന്ന് ധ്യാൻ ശ്രീനിവാസൻ 2-3 കിടിലൻ തള്ളുകൾ തള്ളി. അതിനകത്ത് ഒന്ന്, നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ഇടാവുള്ളൂ കേട്ടോ. ഒന്ന് മൊത്തം കണ്ടതിന് ശേഷം. ഒന്ന് അദ്ദേഹം പറഞ്ഞത് ആവേശം സെക്കൻഡ് ഹാഫ് എവിടെയോ ആവേശം, അദ്ദേഹത്തിൻ്റെ സിനിമയുടെ പേരെടുത്ത് പറഞ്ഞാണ് പറയുന്നത്. സെക്കൻഡ് ഹാഫ് ലാഗ് അടിക്കുന്നു എന്ന് പറഞ്ഞത് ഒരു നെഗറ്റീവ് പറഞ്ഞു. ഒരിക്കലും ഒരു സിനിമാക്കാരൻ മറ്റൊരു സിനിമയെ കുറിച്ച് ഒരിക്കലും പറയരുത്. പ്രത്യേകിച്ച് ഒരേപോലെ ഇത് റിലീസ് ചെയ്യുന്ന സിനിമകളെക്കുറിച്ച്. കാരണം അത് സിനിമയെ ബാധിക്കുന്നതാണ്. അത് ചെയ്തത് നമ്പർ 1 തെറ്റ്. അങ്ങനെ പറയാൻ പാടില്ല. അത് തെറ്റായ ഒരു കാര്യം തന്നെയാണ്. അത് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ധ്യാൻ ശ്രീനിവാസൻ അത് പറഞ്ഞത് എൻ്റെ കാര്യം ഞാൻ ഇപ്പം ലാസ്റ്റ് ഇൻ്റർവ്യൂ ധ്യാൻ ശ്രീനിവാസനെ സമ്മതിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. രണ്ടാമത്, ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം വിഷു തൂക്കി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നമ്പർ 1 ആണ്. അത് പിന്നെയും പറയാം. പക്ഷേ ഈ പറഞ്ഞതിൻ്റെ എല്ലാം രഹസ്യം കഴിഞ്ഞ ദിവസത്തെ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂവിൽ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞത്, എനിക്ക് ഈ സിനിമ വിചാരിക്കുന്നത്ര രീതിയിലോട്ട് മുന്നോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞപ്പം ഇനീഷ്യൽ നേടാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണിതെന്നാണ്. അന്നേരം കള്ളത്തരമല്ലേ, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയല്ലേ ഇത് പറഞ്ഞത്. ജനങ്ങൾ ഇത്രയും രൂപ, ധ്യാൻ ശ്രീനിവാസൻ വലിയ കാര്യങ്ങൾ പറയുന്നത് ധ്യാൻ ശ്രീനിവാസൻ കാണിച്ച തെറ്റ് തന്നെയാണ്. ഒരുപാട് പേരെ സിനിമ കാണിക്കാൻ അവിടെ കൊണ്ടുവന്നു. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫൊക്കെ വളരെ ബോറിങ്ങായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പടം. ധ്യാൻ ശ്രീനിവാസൻ തള്ളി മറിച്ച് എല്ലാ ഇൻ്റർവ്യൂകളിലും ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞൊരു കാര്യം, പ്രണവിനെയും ചേട്ടനായ വിനീതിനെയും പിന്നെ എൻ്റെ നിർമ്മാതാവിനെയും ഒന്നും കിട്ടത്തില്ല ഇൻ്റർവ്യൂവിന്, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ. ഞാനും പിന്നെ ബേസിലിനെ എങ്ങാനും വിളിച്ച് ഞങ്ങൾ 2 പേരും ഉണ്ടെങ്കിൽ മാത്രമേ, ഞാൻ നിർമ്മാതാവിനോട് പ്രത്യേകം പറഞ്ഞു, നമുക്കൊരു നല്ലൊരു കളക്ഷൻ കിട്ടണം, ഇനീഷ്യലി നല്ലൊരു കളക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് തള്ളിയാലേ പറ്റൂ. ഇതും അദ്ദേഹം വളരെ ഇതായിട്ട് പറഞ്ഞെങ്കിൽ പോലും ഇത് പടം റിലീസ് ചെയ്ത് കഴിഞ്ഞൊരു 3 ആഴ്ച കഴിഞ്ഞാണ് പറഞ്ഞത്. പക്ഷേ ആദ്യം പറഞ്ഞെല്ലാം ആ മറ്റേ സിനിമയെ ഓപ്പോസിറ്റ്, ആവേശത്തിനെയും മോശമായിട്ട് പറഞ്ഞു. 2 ഞങ്ങളുടെ സിനിമയാണ് ഏറ്റവും സൂപ്പർ എന്ന് പറഞ്ഞ ആൾ ഇപ്പം പറയുന്നു വർഷങ്ങൾക്ക് ശേഷം അത്ര വലിയ സംഭവമൊന്നും അല്ല, മറ്റേ ആവേശം ഭയങ്കര ഒരു എൻ്റർടൈൻമെൻ്റാണ്, അത് തൂക്കി എന്ന് പറയുന്നിടത്ത് ഒരു വിരുദ്ധമായി എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഒരു നിലപാട് ധ്യാൻ ശ്രീനിവാസൻ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക.
കാരണം താങ്കളുടെ രീതികളും സംസാര രീതികളും ഒക്കെ ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. മോട്ടിവേഷനിലായാലും ബാക്കിയുള്ള രീതിയിലായാലും പല രീതിയിലും. താങ്കൾ മോട്ടിവേഷണലായിട്ട് സംസാരിക്കുന്നതല്ല, പക്ഷേ പല രീതിയിൽ വളരെ നോർമലായിട്ട് നമ്മളൊക്കെ നടന്ന കാര്യങ്ങൾ പച്ചയായിട്ട് പറയുമ്പോൾ അതിനൊരു ഒരു ഒരു കള്ളത്തരങ്ങൾ, ചിലത് കള്ളത്തരമാണെങ്കിൽ കള്ളത്തരങ്ങളില്ലാത്ത പോലെ വളരെ കാര്യമായി നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ കുറച്ച് കാര്യങ്ങൾ ഈ വർഷങ്ങൾക്ക് ശേഷം ആവേശം ഇറങ്ങിയ മുതൽ താങ്കളുടെ ഒരു രീതി മൊത്തത്തിൽ മാറി. ഒരു സിനിമയെ വിജയിപ്പിക്കാൻ വേണ്ടി എനിക്ക് കുറേ കള്ളത്തരങ്ങൾ പറയാൻ, ആൾക്കാരെ പറ്റിക്കുക എന്നുള്ള രീതി തീർച്ചയായും തെറ്റാണ്. ആവർത്തിക്കാതിരിക്കുക. അത് താങ്കളുടെ ഭാവിക്ക്, താങ്കളുടെ ഒരു നടന്നുള്ള രീതി തുടങ്ങി വരുന്നതേ ഉള്ളൂ. അതുകൂടെ ആലോചിക്കുക. കാരണം ഫഹദ് ഫാസിലിൻ്റെ ആവേശം അതിഗംഭീര സിനിമയാണെന്നല്ലേ പറഞ്ഞു, പക്ഷേ അത് ഫുള്ളി എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ആ സിനിമ. നമുക്കിപ്പം നോക്കുമ്പോഴും മനസ്സിലാവില്ല കളക്ഷനൊക്കെ ഇതിൻ്റെ ഇരട്ടി കളക്ഷനുമായി അതിന്. അന്നേരം ഓട്ടോമാറ്റിക്കായിട്ടും ഞാൻ ശ്രീനിവാസൻ ഇപ്പം പറഞ്ഞു, ഞങ്ങളത് അന്ന് തള്ളിയതാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. പക്ഷേ ഇന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അന്ന് പറയുമ്പോൾ ആൾക്കാർ ധ്യാൻ ശ്രീനിവാസനെ വിചാരിക്കുന്ന ഒരുപാട് പേര് അന്ന് പോയി സിനിമകൾ കണ്ടു, തിയേറ്ററിൽ പോയി. കഷ്ടപ്പെട്ടാണ് മലയാളികളായാലും ഒരു 2-3 സിനിമകളൊക്കെ അടുപ്പിച്ച് ആടുജീവിതം കാണുമ്പോൾ നമുക്ക് അത്രയും ഒരു ഫാമിലി ചിലവും ബഡ്ജറ്റ് കാണണമെന്നില്ല. ഇത് നമ്മൾ ഒ ടി ടി കാണാനിരിക്കുന്നവരായ പോലും ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ചിലപ്പം ഈ പറഞ്ഞൊരു 10,000 പേരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരും ധ്യാൻ ശ്രീനിവാസനെ വിശ്വസിക്കുന്നുണ്ട്. അന്നേരം വിശ്വസനീയമായ കാര്യങ്ങളും ഒക്കെ പറയുക, തള്ളാതിരിക്കുക. തള്ളി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ അടുത്തൊരു പടത്തിൽ ധ്യാൻ ശ്രീനിവാസൻ ഇങ്ങനെ വന്ന് പറയുമ്പോൾ ഞാനും അത് വിശ്വസിച്ചു, പക്ഷേ ഞാൻ ഉൾപ്പെടെ ആരും പിന്നീടത് വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് നല്ലതായിരിക്കട്ടെ, ഇനി വിനീത് ശ്രീനിവാസൻ എടുക്കുന്ന നല്ല ചിത്രങ്ങളായിരിക്കട്ടെ, ഒന്ന് കരുതിയെടുക്കുക. തട്ടിക്കൂട്ടി പടങ്ങളിലേക്ക് പോകാതിരിക്കുക. തൻ്റെ ഗ്രാഫ് താൻ താഴോട്ട് കൊണ്ടുവരരുത്. മികച്ച സംവിധായകൻ നല്ല രീതിയിൽ പടം എടുത്ത് മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കുക. എന്തായാലും അത്യാവശ്യം ഗ്യാപ്പ് എടുത്താണ് പടം എടുക്കുന്നത്. ആ പടങ്ങൾ ഗംഭീരമാക്കാൻ നോക്കുക മാക്സിമം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ്സ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇതിനകത്ത് ആവേശം വർഷങ്ങൾക്ക് ശേഷം എന്നൊക്കെ ഇട്ടെങ്കിൽ പോലും ഇത് ഒരു ധ്യാൻ ശ്രീനിവാസൻ അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആയിട്ട്, അല്ലെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ ഒരു തെറ്റെന്നുള്ള രീതിയിൽ എടുത്ത ഒരു വീഡിയോ ആണ്. അന്നേരം മറ്റൊരു വീഡിയോയ്ക്കായിട്ട് വരുന്നവരെ ബൈ ബൈ.